വെള്ളം തിരിയല്ലേ ഈ വഴി കൂടെ നോക്കും. അങ്ങനെ വേണം. വെള്ളം സാധനം കൂടി ഇങ്ങോട്ടാക്കാണ്. രണ്ട് സൈഡിൽ നിന്ന് എടുത്തോണ്ട് പോകാം. സെൻട്രലോട്ടാക്കി. സെൻട്രലോട്ടാക്കി. ഇങ്ങോട്ട് സെൻട്രലോട്ടാക്കി. പോവും ജനമാവൻ അടം വരെയൊക്കെ പോവും. ചേട്ടാ ചേട്ടാ ഒത്തിരി അങ്ങ് പോകണം കേട്ടോ. ഒരുപാട് ഇത് നിരണം കാട്ടുനിലം വായനശാലയുടെ അടുത്തുള്ള സ്ഥലത്തുള്ളതാണ്. ഇവിടെ ഈ 4 ദിവസമായിട്ട് കറണ്ടില്ല. അപ്പം ഈ ലൈന് ഇവിടെ വന്നിട്ട് ഒരു ബദാം നിൽപ്പുണ്ട്. ഇവിടെ ഈ ബദാമിൻ്റെ അകത്തുകൂടാണ് ഇത്രയും നാൾ ടച്ചിങ്ങൊക്കെ നടത്തി. ഇപ്പോൾ 4 ദിവസമായിട്ട് കറണ്ടില്ലായിരിക്കുമോ. ഇന്നലെ ഞങ്ങളൊരു പുളിയൊക്കെ മാറ്റി കൊടുത്താണ്. അപ്പം ഇതിനകത്തൂടാണ് ഇത് പോയിരിക്കുന്നത് ലൈന്. 11 kV താഴെയാണ്. കണ്ടാൽ അറിയായിരിക്കും. അപ്പം ഞങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ കറണ്ട് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളായിട്ട് തന്നെ ഒരു പുളിയൊക്കെ വെട്ടി മാറ്റി കൊടുത്തായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇത് കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു അടുത്ത എൻജിനീയർ നമ്മളിപ്പോൾ ഒരു ഇതായിട്ട് ഇടുകയാണ്. ഇതിൻ്റെ ഇതായിട്ട് നമ്മുടെ നിരണം പരിവാറിൻ്റെ ഇതിനകത്ത് കൊടുക്കുകയാണ്. പരിവാറല്ല, നിരണം പഞ്ചായത്ത് കമ്മിറ്റിയുടെ BJPയുടെ ഇതായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇതൊന്ന് പരിഹരിക്കണം. അതിനുവേണ്ട ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഡാന് പിന്നെ കൊച്ചുമോനും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവരുമായിട്ടൊന്ന് സംസാരിച്ചേര്. എന്തായാലും ഒന്ന് പറഞ്ഞേര്. എന്താ ഇതാ നാട്ടിലെ സാഹചര്യം. എല്ലായിടത്തും ഡോക്ടറേക്ക് വന്നേ. മാസം ടച്ചിങ് ഔട്ടാണ്. പക്ഷേ ഇത് ടച്ചിങ് വെട്ടുന്നതിൻ്റെ ഗുണം ഇതാ. അല്ല, ടച്ചിങ് വെട്ടുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വെട്ടാതെ ഒരു പ്രയോജനം. വലിയ പറഞ്ഞു ഈ മഴ സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് കൂടെ കാട്ടിക്കൂടെ പോകുന്ന രീതിയിലാണ് ആ ലൈൻ കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികൃതരെ ഇപ്പോൾ 4-5 ദിവസമായിട്ട് ഇവിടെ കറണ്ടില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോനെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെൻ്റെ അല്ല. അല്ലല്ല, ക്യാമ്പ് നോക്കാൻ വന്നതാ. അയ്യോ, അതിന് വീഡിയോ പിടിക്കുന്നത് എന്തിനാ? അല്ല, ഫോൺ വെച്ചിട്ട് ഇവിടെ കഴിക്കുന്നതൊക്കെ അറിയണ്ടായോ? അല്ല പിന്നെന്താ, അതല്ലേ ചോദിച്ചാൽ എത്ര ദിവസം കൂടെ കാണും ഈ ക്യാമ്പ്? അതന്നെ. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഈ ക്യാമ്പ് ഇവിടെ ഉണ്ടോയെന്ന് അറിയണ്ടേ? അതിനു വേണ്ടി വന്നോ കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. വേണ്ടേ ചേച്ചിയൊക്കെ കഴിക്കുന്നു. അതിനെന്താ വീഡിയോ പിടിക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനല്ല, നമ്മുടെ ക്യാമ്പല്ലേ. നമ്മുടെ ക്യാമ്പാന്ന് പറഞ്ഞ് മെമ്പറുടെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പിടിക്കാം. അല്ലാതെ അവരുടെ വീഡിയോ പിടിക്കുന്ന അവർക്ക്
ചേട്ടായി എന്തുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പ് ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണ്ടേ? പിന്നെ അറിയണം, ആ അവിടെ വിട്ടുകൊടുക്കണം. ആ അയാളെ കുറച്ച് പേര് അത് തന്നെ, അതെ അതല്ലേ പറഞ്ഞു എത്ര ദിവസം കൂടെ കാണും, ഇത് നമുക്കും അറിയണ്ടേ? ഇത്ര ദിവസം കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ കൂടെ കാണത്തുള്ളൂ. ആ അത് തന്നെ, അതിനു വേണ്ടിയല്ലേ വന്നത്. ആ അയ്യേ ആ ഇതെല്ലാവരും എന്താ കാര്യം എന്നറിയും, ഇത് നമുക്കറിയുന്നതാ. ഈ സഹായം നിങ്ങൾക്ക് മെമ്പർ മാത്രമാണോ ഇവിടുത്തെ എല്ലാം ചെയ്യുന്നേ? അങ്ങനെയാണോ? ഇപ്പൊ ഈ സർക്കാർ സംവിധാനം ഒന്നുമില്ലേ? ആയിക്കോട്ടെ, അതിനെന്താ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെന്താ കുഴപ്പമെന്തോ? ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ആ സ്കൂളിൽ ഇഷ്ടം പോലെ വെള്ളം, 4 വശം വെള്ളമുണ്ട്. പിള്ളേർ കളിക്കുന്നിടത്തെല്ലാം വെള്ളം. ആണല്ലോ, കുഞ്ഞുങ്ങളെ ആദ്യം എടുത്തത്. അവർക്ക് വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. കൊച്ചുവനെ അവർക്ക് വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അതെന്താ കുഴപ്പമെന്ന്? നമ്മളെന്തോ ഏതായാലും വേറെ ഇത് പറഞ്ഞോ, അല്ല അനാവശ്യമല്ലെന്നോ? അല്ലല്ലോ. ഈ ക്യാമ്പ് എത്ര ദിവസം ഉണ്ട്, എത്ര ദിവസം പോകും, അതിനും ആ ചോദിക്കാം. അയ്യോ എച്ചമ്മ എന്ന് പറഞ്ഞ ഈ സ്കൂളല്ലേ, ഇത് തുറന്നില്ലല്ലോ ഇന്ന്. ഈ സ്കൂള് തുറന്നോ ഇന്ന്? ആ ഓക്കെ. എന്തോ കുഴപ്പം എന്താ പറ്റിയേ? എന്ത് കുഴപ്പം പറ്റിയേ? അല്ല, നിങ്ങളിവിടെ ഉള്ളവരെ ഫോട്ടോ അല്ലേ എടുത്തുള്ളൂ? ആ